നമ്മുടെ പ്രോഗ്രാം ഇനോഗ്രൽ സെഷൻ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഇപ്പൊ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് വിട്ടിട്ട് നമുക്ക് എന്ത് ഒരു USP, ഒരു അഡീഷണൽ ബെനിഫിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് നമുക്ക് ചിന്തിക്കണം. അതായത് ഇപ്പൊ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് നമുക്ക് പ്രൈസ് കുറച്ച് സെയിം ക്വാളിറ്റി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സെയിം പ്രൈസിന് അതിലും കൂടുതൽ ക്വാളിറ്റി കൊടുക്കാൻ പറ്റും. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രൊഡക്റ്റ് നോർമലി ഒരു മാർക്കറ്റിൽ സക്സസ് ആവുള്ളൂ. സെയിം പ്രൊഡക്റ്റ് സെയിം പ്രൈസിൽ മാർക്കറ്റിൽ അവൈലബിൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ എന്തിനാണ് നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കുന്നത്, അൺലെസ് ഒരു അഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനൊരു USP ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ എന്താണ് നിങ്ങളുടെ പഠിത്തവും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് യാതൊരു ബന്ധവുമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തിലോട്ടാണോ താല്പര്യം അതിലോട്ട് വരിക, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഹാർട്ടും സോളും അതിനകത്ത് ഇടാൻ പറ്റുള്ളൂ. 12 വർഷം കിടക്കണ്ടായിരുന്നു എന്നുള്ളത്, അതായത് അനങ്ങാൻ പോലും പറ്റാണ്ട് കിടക്കണ്ടായിരുന്നു എന്നുള്ളത് വേദന ഇല്ലാണ്ട് കൈ കുത്തി എഴുന്നേറ്റിരിക്കാൻ ഒരു നിമിഷം ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് സാധിച്ചപ്പോ ഈ ലോകം കീഴടക്കിയ ഒരു പ്രതീതിയാണ്. അതായത് എനിക്ക് എല്ലാം ഇനി ചെയ്യാൻ പറ്റും, പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും. ഒരുപാട് സന്തോഷത്തോടെ സാറിനെ വെൽക്കം ചെയ്യുന്നു.